ഏറെക്കുറെ തിരുവനന്തപുരത്ത് ആണെന്നുള്ളത് AICC നേതൃത്വം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രഖ്യാപിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥിയാവുള്ളൂ. ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പ്രഖ്യാപനം വരണം, UDFൻ്റെ പ്രഖ്യാപനം വരണം. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ സീറോ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇനി വരേണ്ടത് ഔദ്യോഗികമായ പ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയുള്ളൂ. തിരുവമ്പാടി ഓപ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞതാണ്, വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെ അതിൻ്റേതായ കുറേ ഡിഫിക്കൽട്ടീസ് വന്നു. പിന്നെ ഞാൻ 77 തൊട്ടിവിടെ തിരുവനന്തപുരത്തുണ്ട്. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള ഈ തിരുവനന്തപുരമാണ് ഈ മണ്ഡലത്തിൻ്റെ ഹൃദയഭാഗം. അതിൻ്റെ 2 സൈഡും കിഴക്കും പടിഞ്ഞാറും നമ്മുടെ ഒരു സ്ഥലമാണ്. ഇവിടെ UDFന് തികച്ചും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. UDF ആണ് ആകെ ജയിച്ചതിൽ ഭൂരിപക്ഷം തവണയും ജയിച്ചിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ മണ്ഡലങ്ങൾ വല്ല തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും പാർലമെൻറ്റും അസംബ്ലിയും ലോക്കൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരേ പാറ്റേൺ അല്ല. ഇപ്പോൾ നിങ്ങൾ കല്യാശ്ശേരി പോയി നോക്കിയാൽ ഒരേ പാറ്റേൺ ആയിരിക്കും. എന്നാലും പാർലമെൻറ്റിൽ UDFന് മുൻകൈ ഉണ്ടാവും. ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മാതിരിയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിൽ അപൂർവം സമയത്ത് മാത്രമേ നമ്മളിവിടെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടും ജയിക്കും.